ശേഷമുള്ളായിരിക്കുന്ന വന്നാർത്ഥത്തിന് മടക്കണ്ട അല്ലേ? എന്താ അത് അല്ലേ? വന്നാർത്ഥത്തിന് മടക്കണ്ട അല്ലേ? അല്ലേ അല്ലേ? വന്നാർത്ഥത്തിന് മടക്കു പോണ്ട, പോന്നാർത്ഥത്തിന് വിളിക്കണ ഇവിടാ. ഞാൻ പറഞ്ഞത് ഗ്രാഹ്യാതുണ്ടാ? എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന അർത്ഥത്തെ മടക്കൂല മുത്തപ്പൻ അല്ലേ? പോന്നാർത്ഥത്തിന് വിളിച്ചു കൊടുക്കടാ. വേണ്ട, താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുക അല്ലേ? അതല്ലേ വേണ്ടത്. താല്പര്യമുണ്ടെങ്കിൽ അല്ലേ? താല്പര്യമുള്ളായിരിക്കുന്ന അത്ര ഇന്ന് മുത്തപ്പൻ അങ്ങോട്ട് വരടാ. ഇന്നെല്ലാവരും എന്നെ കാണാനല്ലേ വന്നിനി അല്ലേ? ഞാൻ അങ്ങോട്ട് വരടാ. വീത്തും വെത്തിയാണ് അല്ലേ? വീത്തും വെത്തിയാണ് മുത്തപ്പൻ്റെ താല്പര്യമുണ്ടെങ്കിലും അല്ലേ? താല്പര്യമുള്ളായിരിക്കുന്ന അർത്ഥം അല്ലേ? പിതാവുണ്ടായിരുന്നു. തന്റെ പിതാവുണ്ടാ? പത്നി പിതാവുണ്ടാ? ശേഷമുള്ളായിരിക്കുന്ന കൂടപ്പുറമാരുണ്ടാ? സഹോദരന്മാരുണ്ടാ? കൊടുത്തു കാണണ്ടേ? കൊടുത്തു കാണണ്ടേ? കാണട്ടെ അല്ലേ? പിതാവിന് തുല്യമല്ലേ? അലങ്കാരായിക്കോട്ടെ. അതിനാധാരം ബുദ്ധരാജ മുദ്രടിയാൻ തട്ടുപാട്ട്
വിശേഷ ദൈവം കണ്ടു ആർദ്ര പറശ്ശിക്കട ആധാരമായിട്ട് രാമസോമതാദീതി ആധാരമായിട്ട് ശിശുളായിരിക്കുന്ന കൊണ്ട് കുട്ടിയത് ആഹാരം വിളമ്പിയിട്ടുണ്ട് ഞാൻ ആർക്കും തറവാടി അല്ലേ പിതാവുണ്ടായിരുന്നു പിതാവുണ്ടാ പത്നി പിതാവുണ്ടാ മാതാവുണ്ടാ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ചിന്തിക്കണ്ട ഞാൻ ഒന്ന് കഴിച്ചിട്ടല്ലേ രണ്ടുവാ ശേഷമുള്ളായിരിക്കുന്ന കൂടപ്പുരൊക്കെ ഇല്ലേ കൂടപ്പുര പിതാവിനെ അഗ്രതലുണ്ടാ അഗ്രതലുണ്ടാ ഇടക്കടെ ബുദ്ധിമുട്ടിച്ചു തോന്നിപ്പോന്നുണ്ടാ അല്ലേ ഇവിടെ നെടുമ്പന അല്ലെ ഇതിനെ മുത്തതുണ്ടായി മാത്രമല്ല ശേഷമുള്ളായിരിക്കുന്ന ഇന്നേത്ര പ്രധാനപ്പെട്ട മുത്തപ്പനെ വിളിച്ചിരിക്കുന്ന വിളി അല്ലേ വിളിച്ചിരിക്കുന്ന വിളിക്ക് പുറമേക്ക് ചാട്ടിരിക്കുന്ന വന്നുകൊണ്ട് സന്തോഷമാണ് അല്ലേ അതിഥിയായിട്ട് മുത്തപ്പൻ വന്നില്ലേ ആതിഥേയനായിരിക്കുന്ന ആശ്രമങ്ങൾ നിങ്ങൾ അല്ലേ ശേഷം ഭോജനം കാര്യങ്ങളൊക്കെ വിളമ്പിയിട്ടുണ്ട് ഇനി എന്താ വേണ്ടത് കരങ്ങളൊക്കെ വിശ്വസിക്കുന്നത് വലുതായിരിക്കുന്ന കരങ്ങളൊക്കെ വിശ്വസിക്കണമെങ്കിൽ അല്ലേ എന്താ വേണ്ടത് പടി അനവധി എടുക്കണമെങ്കിൽ എന്താ വേണ്ടത് ചെറിയൊരു ആഹാരം കഴിക്കണം ആഹാരം കഴിച്ചാലേ പടിയെടുക്കാൻ പറ്റൂ ശേഷം ചിരിച്ചു വെച്ചിരിക്കുന്ന ഉണ്ട് ആഹാരം കഴിക്കട്ടോ മുത്തപ്പൻ ശബ്ദമല്ലേ സന്തോഷമല്ലേ ഭക്തന്മാരെ ഭോജനമൊക്കെ കഴിച്ചുവാ അതോ മുത്തപ്പനെ കാണാൻ വന്നിട്ട് പട്ടിണിയായി പോയാ അങ്ങനെയുണ്ടാ അല്ല അല്ലേ എന്നാ ഞാനൊന്ന് കഴിക്കട്ടാ ശബ്ദമല്ലേ സന്തോഷമല്ലേ കാര്യങ്ങളൊക്കെ വിശേഷിക്കാം അല്ലേ കാലം കാർത്തു പോയിരിക്കുന്ന വൈകി വന്നത് വസന്തമായിരിക്കുന്ന അല്ലേ ആഹാരം കഴിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലേ എന്താ വേണ്ടത് വലിയൊരു പടിയെടുക്കണമെങ്കിൽ എന്താ വേണ്ടത് ചെറിയൊരു ആഹാരം കഴിക്കണം അല്ലേ ആഹാരം കഴിച്ചാലല്ലേ പണിയെടുക്കും അല്ലേ പണിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ പണിയെടുക്കണമെങ്കിൽ എന്താ വേണ്ടത് പണിയെടുക്കണമെങ്കിൽ എന്താ വേണ്ടത് ആഹാരം കഴിക്കണം അല്ലേ ഞാൻ ആഹാരം കഴിച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാം എവിടെയാ എന്താ വിഷയം സാധാരണപ്പെട്ടുള്ളായിരിക്കും അല്ലേ വലിയ ആവണ്ണം കൊണ്ട് കുട്ടിയതാ വിരുന്നൂണാൻ ആഹാരം കഴിക്കട്ടോ എവിടെയാ തൊക്കിയാതെങ്കിൽ അതിൻ്റെതായിരിക്കും ഫുൾ അല്ലേ എന്താ ഉള്ളത് പറ്റുമല്ലോ ഉണ്ടാ അല്ലേ മുത്തപ്പന് പത്തഭിലാഷക്കാരനാണ് അല്ലേ അല്ലേ മുത്തപ്പൻ പത്തഭിലാഷക്കാരനാണ് അല്ലേ ശേഷമുള്ളായിരിക്കുന്ന ഫുൾ എന്താണ് കൊണ്ടത് കിടക്കുമായിരിക്കുന്ന ഫുള്ളും ഉണ്ടാ അവിടെയാ എപ്പോഴും ചൂടാതോ ശൈത്യ ഇതേടെ ഭാഷേതാത് പറക്കപ്പുറ ചെവിട് നോക്കുന്നില്ല ശേഷമുള്ളായിരിക്കുന്ന എപ്പോഴും അല്ലേ ഇപ്പോഴും ശൈത്യാണോ അതോ ചൂടാ തണുപ്പ തണുപ്പ രണ്ടുപേരും പക്കലാവുള്ളത് എന്നിലടക്കാതായിരിക്കുന്ന പൂര ശൈവമായിരിക്കുന്ന മുത്തപ്പൻ അല്ലേ അത് ഞാൻ പറഞ്ഞറിയിക്കണ ഇവിടെ നിങ്ങൾക്ക് സാക്ഷിതമായിരിക്കുന്ന അല്ലേ കാഞ്ഞിരങ്ങാട് ഇപ്പം തൃശ്ശൂർ ഇവിടെ ആയിരിക്കുന്ന ശിവഴിപ്പുദാസർക്കുറി ഇവിടെ ശൈവമായിരിക്കുന്ന അല്ലേ ശിവൻ്റെതായിരിക്കുന്ന ശനിധി അല്ലേ അല്ലേ അതിൽ പൊട്ടിയിരിക്കുന്ന എന്നിലടങ്ങാതായിരിക്കുന്ന പോലെ അപ്പോഴും രണ്ടുപേരും പക്കലാത് മൂന്നാന്തരക്കണ്ടല്ലോ അഗ്നിയാൻ ജടയെങ്കിൽ ഗംഗിയാ രണ്ടുപേരും പക്കലാവുള്ളത് എനക്ക് തിരിയത്തില്ല എന്താ ഇപ്പോഴും തണുപ്പാണ് അല്ലേ തണുപ്പാന്നങ്ങനെ എന്താ കൊണ്ടത് ഒന്ന് ചൂടാക്കണ്ടേ വേണ്ടേ ചൂടാതെങ്കിലോ ഒന്ന് തണുപ്പിക്കണം ഞാൻ എന്താ ആഹാരം കഴിക്കട്ടെ കാര്യങ്ങളൊക്കെ എവിടെയാ ഇവിടെ സ്ഥലമുള്ളത് ഇവിടെ അടുത്ത പെരുമാട്ട് ഇവിടെ ആയിരിക്കുന്ന വയ്യാലും ഫാർമിന്റെ പെരുമാട്ട് ആരോഗ്യമില്ല എനക്ക് ദൂരമല്ല നിങ്ങൾക്ക് ദൂര അല്ലേ എനക്ക് ആനവാണ്ടി വരത്തെ യേശുന്നായിരിക്കുന്ന പ്രധാനപ്പെട്ട ദുഃഖമൊക്കെ ധാരാളമായിട്ട് എൻ്റെ ഭക്തന്മാർ ആരോ വിളിക്കുന്നു അല്ലേ വിളിച്ചിരിക്കുന്ന ആദ്യത്തെ വിശ്വാസമില്ല അദ്ദേഹത്തിനും പ്രധാനപ്പെട്ട എല്ലാം ഒന്ന് വിളിച്ചിരിക്കുന്ന അവർക്ക് വെറുതെ ചാട്ടിരിക്കുന്ന ഇവിടെ
വിഷമായിരിക്കുന്ന അല്ലേ വിഷമാറ്റി വന്നുകൊണ്ട് സന്തോഷം ഇത്തരം ആധാരപ്പെട്ട് ദുഃഖമൊക്കെ 17 നാട് ആധാരപ്പെട്ട് കിട്ടും പ്രാർത്ഥനകൾ ജാതിയിലെ നീതിനും ഒന്നിനും സ്ഥാനങ്ങൾ എടുക്കുന്ന നെറ്റിയേരെ പറയുന്നുണ്ട് അല്ലേ ഇപ്പോഴത്തെ ഒരു ഇടപെടിക്ക് വെച്ചിട്ട് പറയണ്ട അല്ലേ നമുക്ക് കാര്യങ്ങൾക്കും പത്ത് മിനിറ്റ് ഇരുന്നപ്പോൾ പ്രശ്നം ഇത് ഏറ്റവും പ്രധാനമായിട്ട് മുത്തപ്പനെ വിളിച്ചിരിക്കുന്ന വിളിയാണ് അല്ലേ വിളിച്ചിരിക്കുന്ന വിളിക്ക് പുറമെ കുറ്റാട്ടിരിക്കുന്ന വന്നുകൊണ്ട് സദാനത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളും അല്ലേ ഇതൊരു തിടക്കാതോ ഇനി വൃക്ഷമായിട്ട് കാണണ്ടേ മുത്തപ്പന അല്ലേ ഇന്ന് പുത്തനായിട്ട് കണ്ടതാണ് കണ്ടിട്ട് ഇവിടെ എൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട ആനേനെ കണ്ടിട്ട് എങ്ങനെയാ കണ്ടിട്ട് ചിത്രത്തിൽ അല്ലേ ദൂരെ വെച്ചിട്ട് കണ്ടതാ അല്ലേ ഇത് അടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ട് സന്തോഷമല്ലേ ശേഷം സർവൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കാം പിന്നെ ഇത്രയും പ്രധാനമായിട്ട് എന്നോടുള്ളായിരിക്കുന്ന ഭക്തി അല്ലേ അല്ലെ അങ്ങനെയല്ല പറയാ എല്ലാവരും ഇന്നാരെ കാണാനാവുന്നതിന് മുത്തപ്പനെ കാണാൻ എന്നോടുള്ളായിരിക്കുന്ന ഭക്തി അത് തറവാടി അല്ലേ ഗൃഹനാഥനോടുള്ളായിരിക്കുന്ന ഒരു താല്പര്യം ഉണ്ടാവൂലേ അല്ലേ എന്നോടുള്ളായിരിക്കുന്ന ഭക്തിയും തറവാടിയോടുള്ളായിരിക്കുന്ന താല്പര്യം കൊണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് അല്ലേ അന്യരാരൊക്കെ വന്നിട്ടുണ്ട് അവക്കത്തിച്ചാലും നമ്മുടെ കുടുംബമല്ലേ അല്ലേ അല്ലേ അങ്ങനെയല്ലേ പറയുക രക്തബന്ധത്തിന് ഉപരിയാണ് സ്നേഹബന്ധം എന്താ പറയുക അല്ലേ രക്തബന്ധത്തിന് ഉപരി സ്നേഹബന്ധം എന്താ പറയുക അങ്ങനെയുള്ളായിരിക്കുന്ന ആർത്ഥങ്ങളാ ഇവിടെ വന്നില്ല അന്യരാരും വന്നിട്ടില്ല അല്ലേ ശത്രുക്കളും വന്നില്ല ഇല്ല അല്ലേ നമ്മുടെ മിത്രമായിരിക്കുന്ന ഞാനെന്താ അവിടെ അവരെയൊക്കെ ചൊല്ലി വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ അല്ലേ നമ്മുടെ കുടുംബകാര്യം ഞാൻ അവിടുന്ന് പറഞ്ഞാൽ പോരെ വന്നവരിരുന്നു ഇരുന്നവർ മുഷ്ടി വന്നിരിക്കുന്ന അനുഭവം വരാൻ പാടില്ല അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് വന്നവരിരുന്നു അല്ലേ കാത്തു നിന്നു അനവധിയായിരിക്കുന്ന അനുഭവം അല്ലേ പാദത്തിന് കഴപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിച്ചു അല്ലേ ഇരുന്നവരോ മുഷിയാനും പാടില്ല അല്ലേ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് മതിയായിരുന്നു നിങ്ങളെ കണ്ടുപോയി എനിക്ക് മതിയായിരുന്നു അങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവം ഉണ്ടാവില്ല അല്ലേ വന്നവരോട് വിശ്വസിക്കണ്ടോ നമ്മുടെ കുടുംബകാര്യങ്ങളൊക്കെ അവിടെ വിശ്വസിക്കാം തീവ്രമായിരിക്കുന്ന അനുഭവമില്ല അല്ലേ ആത്മാവോട് ആത്മാം സാക്ഷി എന്നാ പറയാ അവിടെ ഞാൻ വിശ്വസിച്ചു വിട്ടാ ധൃതിണ്ടാ തിരക്കുണ്ടാ മൊത്തത്തിൽ ധനം തന്നിട്ട് വേഗം പറഞ്ഞേക്കുന്നുണ്ട് എനക്ക് ധനം വേടാ ഇതേതാ യുഗം ഇതേതാ യുഗം കലിയുഗ അല്ലേ 35 കലിവാസിച്ചിരിക്കുന്ന യുഗായത് അല്ലേ നമ്മുടെ അല്ലേ കലിയുഗവർദ്ധനായിരിക്കുന്ന അത്ര ആരാ കലിയുഗവർദ്ധൻ ശശാബുന്ന് പറയും അല്ലേ അതല്ലോ വീട്ടിനും പുറക്കുന്ന നാട്ടിൽ അല്ലേ മുത്തപ്പനെ വിളിക്കാറില്ലേ അപ്പോൾ എൻ്റെ പറശ്ശിനി പോയിട്ടാ കാണാത്ത കണ്ണുകൾക്കു നീ ഒരത്ഭുതം കാണുന്ന കണ്ണുകൾക്കു നീ മഹോത്സവം താമസിക്കടാ പോവാട്ടത് കട്ടിച്ചുവരിയായി പോയാ ഞാനിന്ന് പോകുന്നില്ല പോറ്റാൻ പറ്റൂലേ വണ്ടിയിലും കല്ലാടി ശേഷമുള്ളായിരിക്കും ഞാൻ പോകുന്നില്ല എന്നെ പോറ്റാൻ പറ്റി പോവാ എനക്കെന്താ വേണ്ടത് മറ്റു പ്രാവശ്യക്കാരനായിരിക്കും എനക്ക് മറ്റു വല്ലതും പേടാ ധനം പേടാ മുത്തപ്പന് ഭോജനങ്ങള് അല്ലേ ഭോജനം എന്ന് പറഞ്ഞാൽ ആഹാരം അല്ലേ ചതുർവിധ സാധനങ്ങൾ എന്താ പറയാ അല്ലേ ചതുർവിധോ എത്രയാണ് 4 വിധം അല്ലേ ചതുർവിധ സാധനങ്ങളാണ് ഭോജനങ്ങൾ അല്ലേ ആഹാരം അല്ലേ കാജ്യം ഭോജ്യം ലേഗ്യം ക്ഷേപ്യം എന്നാ പറയാ അല്ലേ കാജ്യം കടിച്ചു തിന്നേണ്ടത് അല്ലേ ഭോജ്യം എങ്ങനെയാണ് വാരി തിന്നുക അല്ലേ ലേഗ്യം എങ്ങനെയാണ് കോരി കൊടുക്കുക ക്ഷേവിയോ എടുത്തനുഭവിക്കുക ചെയ്യുക ഇങ്ങനെയുള്ള ആയിരിക്കുന്ന ചതുർവിധ സാധനങ്ങളാണ് ദരിദ്രങ്ങളുടെ ഭോജനം അല്ലേ മുത്തപ്പൻ എന്താ വേണ്ടത് എനക്കെന്താ വേണ്ടത് അനുഭവിക്കാൻ അവിടെ നടക്കണേ അല്ലേ ഏറ്റവും നാനാർക്കമായ അഭിലാഷമാണ് മുത്തപ്പന് മൊത്തഭിലാഷമാണ് അല്ലേ എനക്ക് മറ്റു വല്ലതും ഭോജനം വേണ മറ്റു ഭോജനം വല്ലതും വേണം എനക്ക് കിടക്കണേ ഇത് കൂടി അല്ലേ എന്നാ ഞാൻ ഇന്ന് പോകുന്നില്ല പോറ്റാൻ പറ്റുക ഇനിയും എന്താ അവിടെ രൂപത്തിൽ പോകണം അല്ലേ രൂപത്തിൽ പോകണ്ടേ ആ രൂപത്തിൽ ഒരുത്തിന് പുറത്താ 3:45 നാഴിക ഇവിടെ ആയിരിക്കും സുന്ദരം പ്രധാനപ്പെട്ട ഇനി ഞാൻ അങ്ങോട്ട് വരടാ ഇവിടെ ഇനി ഞാൻ അങ്ങോട്ട് വരടാ ആഹാരമൊക്കെ ഇവിടെ
ആഹാരമൊക്കെ തന്നിട്ട് ഇവിടെ അങ്ങോട്ട് വരണം അല്ലേ? എന്നാ നടക്കട്ടെ ഞാൻ നടക്കട്ടെ. അതിനെന്താ പെട്ടത് വഴിക്ക് ചെലവിന് വല്ലതും പെട്ടെ എവിടെയാ വേണ്ടേ? നടക്കട്ടെ ഞാൻ വഴിക്ക് ചെലവിന് വല്ലതും പോട്ടെ. വലിയ പടിയെടുക്കണമെങ്കിൽ എന്താ ചെറിയൊരു ആഹാരം കഴിക്കണം. കയ്യൊരുക്കങ്ങൾ ആയാ അയാ ആ അലക്കാരായിക്കോട്ടെ. ആയിഷാന്നു അല്ലേ? എങ്ങനെയല്ലേ പറയാ അരി ആയിഷ. ആയിഷ എങ്ങനെയാ വേണ്ടത്? നിറയെ പുലിരിക്കട്ടെ അല്ലേ? ആയിഷ നിറയെ പുലിയ വേണ്ടേ? ആ അലക്കാരായിക്കോട്ടെ. അങ്ങോട്ട് വരണ്ട. അതാ പിടിച്ചോ കര പിടിച്ചോ. എവിടെയാ ദീപം? എവിടെയാ വരുത്താറ് ദീപം? ശേഷമുള്ളായിരിക്കുന്ന എപ്പോഴും കറികൊണ്ട തന്റെ മതാവുണ്ടാ? കടവന്റെ മതാവുണ്ടാ? കടവന്റെ കുടപ്പുമാരുണ്ടാ? അഗ്രജ പത്നിയുണ്ടാ? കാണണ്ടേ? ശേഷമോ 1:2 ശേഷം ഉണ്ടാ? അടിയുണ്ടാ? ആർത്തത്തിന്റെ പത്നിയോ ആർത്തങ്ങൾ ആർക്കും വന്നിട്ടുണ്ടാ? ശ്രദ്ധാനോട് വന്നിട്ടുണ്ടാ? ശേഷം ഉണ്ടായിരിക്കുന്ന തന്റെ കുടപ്പുമാരുണ്ടാ? ഇത് കാണണ്ടേ? മനാവും ആ സഹോദരി അല്ലേ? ആ ശേഷം അഗ്രജൻ അല്ലേ? അഗ്രജ പത്നിയുണ്ട? ശ്രദ്ധാനോട് കാണണ്ടേ? അന്യരാരുമില്ല അല്ലേ? അന്യരാരും ഉണ്ടാ? ഒക്കെ നിൽച്ചാലും നമ്മുടെ കുടുംബം അല്ലെ? ഈ കുടുംബത്തെ പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് അല്ലേ? ഇമ്പമുള്ളതാണ് കുടുംബം അല്ലേ? ഇത് വന്നുകൊണ്ട് സന്തോഷം അല്ലേ? ശേഷമുള്ളായിരിക്കും കളയെ അടയാളം തടയാനും കത്രൂത്തടയാത്തി അവിടെ ചെല്ലാവുണ്ടായിരിക്കുന്ന തിരുമണിക്ക് എന്നെ കിടക്കുന്ന ധാരാവട്ടെ ഘാതം അല്ലെ? അനവധി ഘാതം ദൂര്യാതപുരം ഭാഷണം ചെയ്തിരിക്കുന്ന മൊത്തത്തിനെ വിളിച്ചിരിക്കുന്ന അവിടെ അല്ലെ? 1000 ഘാതം മകനെ ഒന്ന് വിളിച്ചിട്ട് അല്ലെ? അരക്കാതമായിട്ട് വിളി കേട്ടില്ലേ മുത്തപ്പൻ അല്ലെ? ആ കേട്ടിരിക്കുന്ന ധാരാവട്ടെ വന്നുകൊണ്ട് സന്തോഷത്താ അവിടെ അല്ലെ? സർവ്വ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാം. കണ്ടതിലാ സന്തോഷം സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കാം. നീ ഒരു നാട്ടിൽ നിന്ന് ഒരാഴ്ച വന്നാലും അല്ലേ? നമ്മുടെ സന്നിധിയിൽ ഒരാഴ്ച വന്നാൽ എന്താ ആദ്യം കൊടുക്കുക? നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരാഴ്ച വന്നാൽ കവണലത്തിൽ ജലം കൊടുക്കുക അല്ലേ? പാദശുദ്ധി വെച്ചുവാനായിക്കൊണ്ട് കവണലത്തിൽ അതാ കവണങ്ങളൊന്നും അത് കിട്ടിയ വെള്ളം അല്ലേ? പാദശുദ്ധി വെച്ചുവാനായിക്കൊണ്ട് ജലം കൊടുക്കുക. ശേഷം ഇരിക്കാനാ കൊടുക്കേണ്ടത് അല്ലേ? ഇരിക്കാൻ ക്ഷമ ഉണ്ടാവുന്ന പരിപാടി എന്താ? എനിക്ക് ഇരിക്കാൻ ക്ഷമ ഉണ്ടാ? എനിക്ക് നടന്ന വാഴ്ച അല്ലേ? കരിയുഗത്തിൽ കാലകാലപ്പുള്ളായിരിക്കും കരിയുഗ പരിണാമത്തെ പറ്റി എന്റെ നാനാർക്കാന്ന് കണ്ണും കാണുമ്പോൾ ചുക്കും നോക്കാതായിരിക്കുന്ന അർത്ഥത്തിന് ആദ്യം അല്ലേ? ശേഷം എനക്ക് നടന്നു വാഴ്ചയാ. ശേഷം ഉണ്ടായിരിക്കുന്ന തറവാടും പതാറമൊക്കെ എടുത്താലും
തറവാട്ട് പരിപാടിയിരിക്കുന്ന ഫലം കൊണ്ട് അല്ലേ പടിഞ്ഞിരുന്ന് ക്ഷീരോനുഭവിക്കുക എന്ന് പറയുക അല്ലേ ആഹാരം വല്ലതും കഴിക്കുക അതിനുശേഷം എൻ്റെ കുടുംബ കാര്യങ്ങളൊക്കെ പറയുക അല്ലേ നമ്മുടെ ശരീരത്തിൽ ഒരാത്ര അല്ലേ പാലം കഴുകാൻ ചില കൊടുക്കുക ശേഷം ഇരിക്കാൻ കൊടുക്കും ക്ഷീരം കെത്തിയിട്ടാ പാല് കെത്തിയിട്ടാ ആ വേട്ടാ എനക്കെന്താ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നതിന് വിട്ടാ ഇറ്റാകൻ ചെയ്യുമ്പോഴും കണ്ടാ അവിടെ കൊണ്ടാ മതോമ്പനിയുണ്ട് മുലപ്പാല് കഴിഞ്ഞാൽ കൊലപ്പാല് അല്ലേ ഇതിന് വേണ്ടിയിട്ടല്ലേ അല്ലേ ബ്രഹ്മസത്തെ കുളിച്ച് ഞാൻ ശിവാലാടികൾ കൂടി ഇരിക്കുന്ന കാലത്ത് കുളിച്ചിട്ട് കളിഞ്ഞു വേണ്ടിയിട്ട് അല്ലേ മുത്തപ്പനിങ്ങനെ ഈ രൂപത കഴിഞ്ഞത് കുളിച്ചിട്ട് കളിഞ്ഞു പിടിച്ചാ അല്ലേ അപ്പോഴാരുണ്ടായിരിക്കുന്നുണ്ട് ഇപ്പോൾ കൊലപ്പാല് വേണ്ടി ഇത് കൊലപ്പാലാണ് അല്ലേ ആഹാരം കഴിക്കട്ടോ അല്ലേ തറവാട് പ്രധാനമൊക്കെ എടുക്കുക തറവാട്ട് മുതലായിരിക്കുന്ന ആഹാരം കൊണ്ടു അല്ലേ അല്ലേ അങ്ങനെയല്ലേ പറയാ നിങ്ങൾ പുതുപ്പടങ്ങളൊക്കെ ചില ഉറപ്പിക്കുന്നത് നരന്മാരും പുരുഷന്മാരാണ് പുതുപ്പടം ചില ഉറപ്പിക്കുക അല്ലേ ഇതെങ്ങനെയല്ലേ ചെയ്യുക ശേഷം തറവാട്ടിന്റെ അധികാരി നിങ്ങളുടെ ശരീരത്തിൽ ഒരാത്ര വന്നാൽ അല്ലേ ആരാ ഭോജനം ആരാ കൊടുക്കുക ആഹാരം ആരാ കൊടുക്കുക കടവുമാരാണോ അപ്പോൾ തറവാട്ടിന്റെ അധികാരി നിങ്ങളല്ലേ അല്ലേ നിങ്ങളുടേതായിരിക്കുന്ന കരം കൊണ്ടല്ലേ രൂപയും കിട്ടും അല്ലേ കൊണ്ടാ കരം കിട്ടും വിദ്യാമണ്ഡം കൊണ്ട് കൂട്ടിയതാ കുറുക്കുപാലം ഇതിന് കരം കൂട്ടിയാണ് ആഹാരം കഴിക്കട്ടോ സമ്മതപ്പെട്ടെ സന്തോഷപ്പെട്ടെ ഒരു വഴിക്കാവട്ടെ കൂടുതല അല്ലേ ഇത് മൂത്തത് ഇതാരാണ് ഷബീങ്കിലും അല്ലേ അവിടെ ആ ഭാഷ എവിടെയാണ് ഭാഷ എവിടെയാണ് ഇതിലെടുത്താണോ അതോ അരേവ ദൂരിയാ ശേഷം ഇത്ര കൊടിയാരത്തിയാവുന്ന കൊടിയാരൊക്കെയാവുന്നതിന് ഒറ്റ കൈപ്പോയാ ആരായിരുന്നു സന്താനം ഒന്നേറ്റു പുത്രനാവുക എൻ്റെ പഠിക്കാവട്ടെ ഒന്ന് കഴിഞ്ഞിട്ടല്ലേ രണ്ടു രൂപ അല്ലേ ഒരു പഠിക്കാവട്ടെ ശരിക്കട്ടോ എന്താ ചെയ്തു അവിടെ എന്താ കളയില്ലാതായിരിക്കുന്ന വിളവണം കടമില്ലാതായിരിക്കുന്ന ധനപണം എന്നാ പറയുക അല്ലേ അല്ലേ കളയില്ലാതായിരിക്കുന്ന വിളവണം അല്ലേ തേച്ചുമ്പോൾ വളഞ്ഞു തേച്ചും പറിച്ചു കളിയാനാന്ന് കിട്ടിയിട്ട് കാര്യമുണ്ടാ കളിയില്ലാതായിരിക്കുന്ന വിള കളിയും വിളിയും അല്ലെ മുതപ്പോൾ പറയുന്നത് ഗ്രാഹ്യാവുന്നുണ്ടാ എന്താ കള എന്ന് പറഞ്ഞാൽ എന്താ വിള ഒരു ബാക്കിന് അർത്ഥം ഉണ്ടാവും അല്ലേ വിത്തിട്ടാൽ വിളയും അല്ലേ വിളഞ്ഞതിലും ഉണ്ടാവില്ലേ കളി ഉണ്ടാവില്ലേ കുറച്ച് കളികണ്ട് വരും അല്ലേ അല്ലേ മുതപ്പോൾ പറഞ്ഞത് ഗ്രാഹ്യാവുന്നുണ്ടാ ബാക്കിന് അർത്ഥം ഉണ്ടാവുന്നു അല്ലേ അല്ലേ അർത്ഥം എന്ന് പറഞ്ഞാലോ അർത്ഥം കൂടിപ്പോയാലെന്നുണ്ടാവും അനർത്ഥമായി പോകും അല്ലേ ധനത്തിനെ പറയും അല്ലേ അർത്ഥം എന്ന് പറയില്ലേ ധനത്തിന് പറയില്ലേ അപ്പോഴ് അർത്ഥം കൂടിപ്പോയാലെന്നുണ്ടാവുക അനർത്ഥമായി അന്നുള്ളി ഫലം അല്ലേ അന്നൊന്നും ഉണ്ടായിരിക്കുന്നതിന് കടമൻ അല്ലേ കടമില്ലാതായിരിക്കുന്നതിന് ധനം കൊണ്ടെന്നാ മതിയാണ് അല്ലേ അനേവധി ഈ ധനവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഉണ്ട് അല്ലേ തേച്ചും കൊടുക്കാനായിട്ടും കിട്ടിയ കാര്യമുണ്ടാ കളിയില്ലാതായിരിക്കുന്ന ആ വിളവണം കടമില്ലാതായിരിക്കുന്ന ധനം കൊണ്ടെന്നാ മതിയാണ് ഒന്നുകൊണ്ട് ലോകരമതി ഉണ്ടായിരിക്കുന്നത് എഫക്റ്റേഷൻ പതാരം ചിന്തിക്കുന്ന കാര്യങ്ങൾ സാധാരണ ഇനി പുത്രണ്ടാവുത്തിരിയാണ് ഇനിയുള്ളതായിരിക്കുന്നതിൻ്റെ പുത്രൻ ശേഷമുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കുത്തിവെച്ചു പോവാ കാര്യങ്ങളൊക്കെ ശോഭിതല്ലേ സന്തോഷപ്പെട്ടെ അല്ലേ ശ്രദ്ധാരങ്ങൾ കിഞ്ഞിരിക്കുന്ന തറവാടും പ്രധാനപ്പെട്ട പുത്രപത്തി അല്ലേ അവിടെ ആ ദേശം അനേകം ദൂരമല്ല അപ്പോൾ അല്ലേ അനേകം ദൂര്യാന്ന് ശേഷമുള്ളതായിരിക്കുന്നതിന് ശോഭിതമായിട്ട് ഒരാർത്ഥത്തിൽ മാറ്റം പറയാ ഇതിനടുത്ത് നാരിമാർക്കുള്ളതായിരിക്കുന്നതിന് ഇപ്പൊ പിതാരക്ഷിതകുമാരിയെ അല്ലേ നാരിമാർ എന്താ പറയുക പിതാരക്ഷിതകുമാരിയെ ഭക്തോരക്ഷിതകുമാരെ പുത്രോരക്ഷിതി പദ്ധതി എന്താ പറയുക പിതാരക്ഷിതകുമാരി കൗമാര്യത്തിൽ ആരാവുന്നത് പിതാവിന്റെ ചുറ്റി അല്ലേ അല്ലേ അതിന്റെ ചുറ്റി അയച്ചതാണ് ഭർത്താവിൻ്റെതായിരിക്കുന്നത് അല്ലേ ഭർത്തോരക്ഷിതി യൗവനെ എന്താ പറയുക അല്ലേ യൗവനമായിരിക്കുന്നതിന് ഇപ്പോഴും ഭർത്താവിൻ്റെതായിരിക്കുന്ന ചുറ്റി പിന്നെ എല്ലാ ബന്ധുക്കൾക്ക് ആരാ രക്ഷ പുത്രോരക്ഷിതി പദ്ധതിക്ക് എന്താ പറയുക അല്ലേ നിങ്ങൾക്ക് രക്ഷ ആർക്ക് വേണ്ടിയിട്ടാകാൻ പറ്റുന്നത് ദൈവത്തിന് ആർക്ക് വേണ്ടിയിട്ടാകുന്നത് സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അല്ലേ പുത്രോരക്ഷിതി പദ്ധതി എന്താ പറയുക പദ്ധതിയായ വാർദ്ധക്യായ മുത്തപ്പനെ പോലെയായി പോയാ താടിയത്തിലൊക്കെ പോയാ എന്താവണത് ദേഹത്തിന്റെ തുടർച്ച വന്നാലും മനസ്സിന് തുടർച്ച വിടാൻ പാടില്ല ഇതല്ലേ പറ്റും അതിനാരെക്കുറിച്ചും കൂടാൻ പാടുന്നതായിരിക്കില്ല അതിൽ പെറ്റമാതാക്കളുടെ ആയിട്ട് അല്ലേ ശേഷം അങ്ങനെ ഉണ്ടായിരിക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചമാതാക്കന്മാരുണ്ട് അല്ലേ ഒരർത്ഥത്തിൽ പെറ്റമാതാവിലും കണവന്റെ മാതാവ് അല്ലേ അല്ലേ കണവന്റെ മാതാവ് അല്ലേ ഇതിനെ ഒന്ന് പ്രോത്സാഹിച്ചിട്ടാകലും അല്ലേ ജഡയത്വം ജയിച്ചിട്ടാകലും പുത്രപത്നി പുത്രിക്കുതില്ലേ അല്ലേ അഗ്രജപത്നി എന്നാ പറയാ ജ്യേഷ്ഠദേവ അല്ലേ ഇവിടെയില്ല ഉണ്ടാ മുത്തപ്പന്റെ ഇതൊക്കെയും ചിന്തിച്ചതായിട്ട് പറയണ അഗ്രജപത്നി അല്ലേ ഗുരുപത്നി രാജപത്നി എന്നിരിക്കുന്ന അല്ലേ പഞ്ചമാതാക്കന്മാരാ ഒരർത്ഥത്തിൽ
ഇങ്ങനെയുള്ളതായിരിക്കുന്ന ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ വേണ്ടേ ഇതൊന്നും വേണ്ടാതെ വെച്ചിട്ടുണ്ടാവും ഈ ബന്ധമൊന്നും വേണ്ടാതെ വെച്ചിട്ടുണ്ടാവുക ഒന്നും വേണ്ട ബന്ധവും കാര്യങ്ങളും ഒന്നും വേണ്ട താനും തൻ്റെതായിരിക്കുന്ന കടമയിൽ നമ്മുടെ കുടുംബം ഒന്നും ചിന്തിച്ചാലെന്നുണ്ടാവുക അക്ഷരം പഠിച്ചതുകൊണ്ട് മാത്രം മതിയാ അറിവ് പോകണം എന്താ ചെയ്ത് പ്രവൃത്തിയില്ല ശേഷമുള്ളായിരിക്കും അക്ഷരമുള്ള മുറിവില്ലാഞ്ഞാൽ വിദ്യകളുടെ വിനയമില്ലാഞ്ഞാൽ അല്ലെ വിദ്യ പഠിച്ചിട്ട് കാര്യമുണ്ട വിനയം വേണം വേണ്ടേ നാരിയാനഗരോ നാരികളൊരുകളും നരനില്ലാഞ്ഞാ പറയാ നാരിയാനഗര നരം വേണം തോണിയാനഗരോ തോണിയാനഗരോ ഉള്ളവണ്ടേ പാടുണ്ടതായിരിക്കില്ല കുറച്ചൊന്നിരിക്കുന്നവരും പുഷ്പമായിരിക്കുന്നവർക്ക് കൂത്തുകൊണ്ടതാണ് ജീവിതത്തെ തിരിച്ചതാണ് കൂത്തുകൊണ്ടിരിക്കുന്നവർ ജീവിതമായിരിക്കുന്ന തൊഴിലൊരു കാലമാകുന്നതാണ് അത് കിടന്നു സ്വർഗലോകത്തിരിക്കുന്ന മറുപടി എത്തുന്നവരും അന്യാശക്തിയുടെ ആശങ്കൾക്കാരും ശത്രുക്കളെ കുറിച്ചിട്ടാലും മിത്രങ്ങളെ കുറിച്ചിട്ടാലും കിഞ്ഞുപിരിക്കുന്ന തറവാട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചാൽ ഇത് വന്നുകൊണ്ട് സന്തോഷമല്ലേ അതിൻ്റെ കൂട്ടത്തില സന്തോഷമായ കെട്ടിച്ചു പിടിപ്പില്ല എന്താവുന്നു സന്തതി സന്താനങ്ങൾ അല്ലേ കിഞ്ഞുപിരിക്കുന്ന തറവാടും പ്രധാനമായിട്ട് വീണ്ടും കയറിയ വിഷയമായിട്ട് എന്താ പറയുക മുത്തപ്പൻ എന്താ പറയുക അത് കാലത്ത് തന്നെ ഇങ്ങനെ കാണണം എന്നാ പറയുക അല്ലേ ഞെക്കി പഠിപ്പിച്ചാൽ തൊട്ടോ പതിരം പറയുക താനെ പിടിക്കണം ആവുന്ന കാലത്ത് ഇങ്ങനെ കാണുക ഇല്ലായെങ്കിൽ എൻ്റെ വർഷമില്ലേ അല്ലേ നോട്ടം മാറ്റി പിടിക്കാൻ ഇറന്നുകൂടില്ല മൊത്തത്തിന് ബിരുന്നതാണ് അല്ലേ ഒന്നുകൂടെ സന്തോഷം എന്നെ കണ്ടിരിക്കുന്ന ആദ്യത്തെ അല്ലേ വിശ്വസിച്ചിരുന്ന ആദ്യത്തെ ചതിച്ചവരുടെ വിശ്വാസമില്ല ആരാരെ വിശ്വാസമുണ്ടാവാണ്ടതായി ഇനി വല്ലതും പറയാണ്ടെങ്കിൽ ബുദ്ധിമുട്ടാ പറയുന്നത് ഇനി വല്ലതും പറയാനുണ്ടാ വീട്ട് കളിപ്പിക്കാനുണ്ടാ സന്തോഷത്തെ ഒക്കെ ഞാൻ പറഞ്ഞാം താനെന്തോ നിന്റെ പറഞ്ഞു വെക്കുന്നുണ്ടാ ആരാ പറഞ്ഞിട്ട് മുത്തപ്പന് ദാനം കൊടും കൊടുക്കും വാമഭാഗം എന്നാ പറയാ അല്ലേ കൊടുക്കും വാമഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ് ഇടഭാഗം അല്ലേ ജ്ഞാനിമാർക്ക് അല്ലേ അതിലുള്ളായിരിക്കുന്ന കുടുംബങ്ങളും കാര്യങ്ങളുണ്ട് അല്ലേ ഹരിയേഷു മന്ത്രി ഗർഭേഷു ദാശി ശേഷേഷു മാതാ രൂപേഷു ലക്ഷ്മി ക്ഷമിയാതിരിത്രി എന്നാ പറയാ അല്ലേ ധനിമാർക്കുണ്ടായിരിക്കുന്ന അല്ലേ കാര്യത്തിൽ രാജാവിന് ഗ്രാമമന്ത്രി എങ്ങനെ ഉണ്ടാവുക അല്ലേ രാജാവിന്റെ മന്ത്രി എങ്ങനെ ഉണ്ടാവുക ഭരണകൂടം ധനമിൻ്റെതായിരിക്കുന്ന ഹരിയേഷു മന്ത്രി ധർമ്മേഷു ദാശി കർമ്മത്തിലോ ദാശിക്ക് തുല്യം എന്താ പറയാ അല്ലേ അല്ലേ ദാശിക്ക് തുല്യം എന്താ പറയല്ലേ ദാശി ആക്കുന്നുണ്ടാ അങ്ങനെ അയക്കുന്നുണ്ടാ അങ്ങനെയുണ്ടാ അല്ലെ രൂപേഷു ലക്ഷ്മി എന്നാ പറയാ തന്റെ പത്നി തനിക്ക് ലക്ഷ്മിയാ അല്ലേ ഇനിയാണ് ഇതിന്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു കാര്യം അല്ലേ ക്ഷമയാ ദരിദ്രി എന്നാ പറയാ ക്ഷമ വേണം അല്ലേ ക്ഷമ എങ്ങനെയാണ് നിലപ്പലിയോളം അല്ലെ അതില്ലത് കൊണ്ടല്ലേ ഇത് വിലയിരുത്തി അല്ലേ കുറിച്ചിരിക്കില്ല അങ്ങനെ സന്താനമില്ല കിഞ്ഞിരിക്കുന്ന നിർമ്മാണം പ്രധാനമായിട്ട് എണ്ണത്തിലും താരങ്ങൾ ആയിരം വിശ്വസിക്കുന്നതാവേണ്ടതായിരിക്കുന്ന പെട്ടെന്ന് ബന്ധുക്കൊണ്ട് വിശ്വസിച്ചുണ്ടാവും പണ്ടത്തിലാസം ഇങ്ങനെ കുടിക്കാണാൻ പറ്റുകൊണ്ടിരിക്കുന്ന അന്തതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അല്ലേ ശേഷമുള്ളതായിരിക്കുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലേ മഹാരോഗത്തിൻ്റെതായിരിക്കുന്ന വിലയെ പിടിച്ച് ശ്രദ്ധിക്കുന്നതായിരിക്കുന്ന അവിടേക്കൊന്നും മുത്തപ്പനുണ്ടാകണം കൂടെ അല്ലേ അടാത്ത കാര്യം പോരാത്ത കാര്യം വരുമ്പോഴേക്കും പിതാവിനോട് അതിരിക്കുന്ന വിൽപ്പുണ്ടിയായിരിക്കും ഒരു കാര്യങ്ങളില്ലാത്ത പ്രധാനപ്പെട്ട ബുദ്ധപ്രവീകായിരിക്കുന്ന ശരീര അല്ലേ പുത്രനുദ്യ അല്ലേ ഇവരെ കാണുന്നു അല്ലേ അവരുടെ പിതാവിന് തുല്യം അല്ലേ അതുകൊണ്ടായിരിക്കുന്ന ഒരു ബന്ധം അല്ലേ അത് പേരറ്റു പോകാതായിരിക്കുന്ന ബന്ധമായിട്ട് ആയിരം വിശ്വസതയോടുണ്ടാവേണ്ടതായിരിക്കുന്ന അപ്പുറത്ത് ഞാനവരാണ് ഉണ്ടാകുന്ന എൻ്റെ മുത്തപ്പൻ്റെതായിരിക്കുന്ന അഷ്ടത്തിന് 2 ഭാഗം വജ്രം അല്ലേ 2 ഭാഗം ഒരു വലിയ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് ഇല്ല ഇല്ല അല്ലേ അപ്രാണുള്ളായിരിക്കുന്ന പിടിച്ചിരിക്കുന്നവരാ വളക്കി കളിയാനുള്ള താരങ്ങളും സന്താനങ്ങളൊക്കെ കിഞ്ഞി വരുന്ന അത്രമാണ് പ്രധാനപ്പെട്ട താരകം ശുദ്ധമായിരിക്കുന്ന അവർക്ക്